അനുകൂലമായിട്ടുള്ള സാഹചര്യം രാജ്യത്തുണ്ട്. ഇവർ എത്രയൊക്കെ കളിയാക്കിയാലും എന്തൊക്കെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും ഇന്ന് രാജ്യത്തെ യുവാക്കൾ, ചെറുപ്പക്കാർ, കുട്ടികൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതും അവർ ഫോളോ ചെയ്യുന്നതും അവർ ഏറ്റെടുക്കുന്നതും രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. അതേ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ യുവജനത്തെ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ബംഗിപ്പൂർ ഇലക്ഷൻ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രാധാന്യത ബിജെപിയുടെ ആത്മവിശ്വാസം ചീട്ടുകൊട്ടാരം പോലെ വീണുടഞ്ഞു. ആകെ സീറ്റ് വരുന്നത് ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ ബിജെപിയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം നമ്പറുകൾ, അടുത്ത കാലത്ത് ഏറ്റവും മോശം നമ്പറിലേക്ക് ബിജെപി പോകും. 2004 ഉണ്ടായ നമ്പർ പോലും 2009 നമ്പറിലേക്ക് എത്താത്ത സാഹചര്യം അടുത്ത ഇലക്ഷൻ സംഭവിക്കുന്ന ഒരു തർക്കവും വേണ്ട. പിന്നെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു, ബംഗിപ്പൂരിനെ പറ്റി പറഞ്ഞു. ബംഗിപ്പൂർ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിക്ക് കെട്ടിവെച്ച കാശില്ല. ഇന്ത്യ സഖ്യത്തിന് എത്ര വോട്ടാണ് കിട്ടിയത്? 10.9% കെട്ടിവെച്ച കാശില്ല. മഞ്ചേശ്വരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥയെ, മഞ്ചേശ്വരത്തെ മാർക്സിസ്റ്റ് പാർട്ടി സുരേന്ദ്രനെ ശരിയാക്കാൻ ലീഗ് നോട്ട് ചെയ്ത് വോട്ടിന് ഇപ്പോൾ കെട്ടിവെച്ച കാശില്ല. അതല്ല അവസ്ഥ. ഞാനൊരു പ്രവചനം നടത്താറില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ഭാവി പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് നഷ്ടപ്പെടും. അത് പ്രശാന്ത് കിഷോറിന് കിട്ടും. ഇങ്ങനെ പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റേ അഭിജിത് ദീപ്കയോ അല്ലെങ്കിൽ നമ്മുടെ പ്രശാന്ത് കിഷോറോ ആയിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ആ കാര്യങ്ങൾ അങ്ങോട്ട് കെട്ടിവെച്ച കാശില്ല. എന്തൊരു കഷ്ടം. അരെ വാ വാ വാ, ഇതാരാ ഇത്? നമ്മുടെ കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള സന്ദീപ് വാര്യർ ജിയോ. കൊള്ളാം കൊള്ളാം, എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നേ? കേൾക്കാൻ നല്ല സുഖമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുപോലെയല്ലേ വിളിച്ചു പോകുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത്. ജാതി തള്ളല് ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? നല്ല ഇരിപ്പത് BJP-യുടെ ആളിൽ നിന്നും കിട്ടിയപ്പോഴത്തേക്കും എന്തായാലും സമാധാനമായി കാണും നമ്മുടെ സന്ദീപ് വാര്യർക്ക് ശരിക്കും പറഞ്ഞാൽ. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇതെന്തൊക്കെയാ വിളിച്ച് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ? കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എല്ലാ തരത്തിലും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇതാണ് യുവാക്കൾക്കിടയിൽ ഉണ്ടായി മാറിയിരിക്കുന്നത്. അല്ല, അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന കോൺഗ്രസും എന്താണ് ചെയ്തത് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. എല്ലാ രീതിയിലും എല്ലാ തരത്തിലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പഴയതിനേക്കാട്ടിലും മൂലയ്ക്കാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ പാറ്റകൾ വന്നതിന് ശേഷം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് തന്നെ നല്ല വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ തള്ളി വിടാനായിട്ട് നിങ്ങളെ കഴിഞ്ഞേ ഉള്ളൂ സന്ദീപ് വാര്യരെ, മറ്റാരും. എന്തായാലും നല്ല രീതിക്ക് വയറ് നിറച്ച് നല്ല സദ്യ തന്നെ BJP-യുടെ ആള് സന്ദീപ് വാര്യർക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ സന്ദീപ് വാര്യർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നതെന്ന് പറയുന്നത്. എന്ത് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ സന്ദീപ് വാര്യർ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല. കാരണം BJP-യിൽ നിന്ന് സീറ്റ് കിട്ടാത്തതുകൊണ്ടാണല്ലോ നേരെ കോൺഗ്രസിലേക്ക് എടുത്തങ്ങ് ചാടിയതെന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് ഒരു സീറ്റ് കൊടുത്ത് അവിടെ ജയിച്ച് MLA ആയി. അപ്പോൾ പിന്നെ അതിൻ്റെ നന്ദി കാണിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെ. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് കുന്തമായാലും എന്ത് ചക്കയായാലും എന്ത് മാങ്ങയായാലും എന്ത് മണ്ടത്തരമായാലും അന്തം കോൺഗ്രസ്സുകാരനായിട്ട് മാറുന്ന തരത്തിലോട്ട് ഇപ്പോൾ ഈ പറയുന്ന സന്ദീപ് വാര്യർ മാറിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്നുള്ളത് എടുത്തു പറയാം. പക്ഷെ അതിനൊക്കെ തന്നെ നമ്മുടെ ശശി തരൂർ തന്നെയാണ് എന്തുകൊണ്ടും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസ് ആയാലും എന്തായാലും സത്യം പച്ചയ്ക്ക് അങ്ങോട്ട് വിളിച്ചു പറയും. ഈ പറയുന്ന സന്ദീപ് വാര്യർ ഈ പറഞ്ഞതിൻ്റെ നേരെ ഉൾട്ടായിട്ടാണ് ശശി തരൂർ പച്ചയ്ക്ക് തുറന്നത്. അതായത് പാർട്ടികൾക്ക് ജനപ്രീതി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതേസമയം കോൺഗ്രസിനും ഇതിലൊരു നേട്ടവും ഉണ്ടായില്ല എന്നുള്ളത് ശശി തരൂർ തന്നെ പച്ചയ്ക്ക് തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്തോ വേണം സന്ദീപ് വാര്യർ? ഇതൊന്നും കേൾക്കുന്നില്ലേ സന്ദീപ് വാര്യർ? അതായത് കോൺഗ്രസിന് ഒരു നേട്ടവും ഒരു ചുക്കും ഉണ്ടായില്ല. ഇതിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു, മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള ഉപദേശമാണ് അവിടെ ശശി തരൂർ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. വല്ലപ്പോഴും ഒക്കെ ഈ പറയുന്ന സീനിയർ നേതാവിനെയൊക്കെ തന്നെ ഒന്ന് എന്താ പറയുക, ആ ഒരു രീതിയിലൊന്ന് ഓർമ്മിക്കുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് വിലക്കെടുത്തുകൊണ്ട് ഒന്ന് പഠിക്കുന്നതുമൊക്കെ തന്നെ നല്ലതായിരിക്കും. അല്ലാതെ ഇതുപോലെയൊക്കെ വന്ന് എന്താ പറയുക, വാർത്താ ചാനലിൽ വന്ന് അങ്ങ് എന്ത് കുന്തമായാലും അങ്ങ് വിളിച്ച് പറയുക എന്ന് പറയുന്നത് തിരിച്ച് ഈ പറയുന്ന രീതി മറുപക്ഷത്ത് നിന്ന് കിട്ടുമ്പോഴത്തേക്കും ഇതുപോലെ മിണ്ടാതിരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി പോവും. എന്നാലും പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? രാഹുൽ ഗാന്ധിയൊക്കെ ഈ പറയുന്നത് എന്താണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ? പിന്നെ ഈ പറയുന്ന ബീഹാറിലെ തോൽവി എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ പറയുന്നു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം എന്ന് പറയുന്നത് ബീഹാറിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നല്ല രീതിയിൽ വിവരിച്ച് BJP-യുടെ ആൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ 3 ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസ് പരിപൂർണ്ണ പരാജയമായിരുന്നു. കോൺഗ്രസ് ജയിച്ചടോ എന്ന് പറയുന്ന മധ്യപ്രദേശിൽ പോലും അവിടുത്തെ ആൾ പറയുന്നത് അഖിലേഷ് യാദവിൻ്റെ കാരണമാണ് എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയും ജയിച്ചതെന്ന് ആ വ്യക്തി തന്നെ സമ്മതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഗുജറാത്തിൽ 8 നില പൊട്ടി. ബീഹാറിലത്തെ കാര്യം പിന്നെ പറയേ വേണ്ട. ബീഹാറിൽ ഈ പറയുന്ന രീതിയിൽ 16 നിലയിൽ കോൺഗ്രസ് ഒക്കെ തന്നെ അവിടെ ഉണ്ടോ എന്തോന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് കാര്യങ്ങൾ. ഈ ബീഹാറിലെ കാര്യം ഈ പറയുന്നത് സന്ദീപ് വാര്യർ എന്ത് മണ്ടത്തരമാണ് ഈ വിളിച്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ? ബീഹാറിൽ ശരിക്കും പറഞ്ഞാൽ BJP നിർത്തിയ സ്ഥാനാർത്ഥി തന്നെ ശരിക്കും പറഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന അഖിലേഷ് യാദവ് പോലും പറഞ്ഞു BJP മനഃപൂർവ്വം തോറ്റു കൊടുത്തതാണ് എന്നുള്ളത്. അവർക്കൊക്കെ തന്നെ ബോധമുണ്ട്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. അവർക്കൊക്കെ തന്നെ ചിന്തിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് അഖിലേഷ് യാദവ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് BJP മനഃപൂർവ്വം തോറ്റു കൊടുത്തതാണ് എന്നുള്ളത്. BJP-യുടെ തന്ത്രം എന്താണെന്നും കുതന്ത്രം എന്താണെന്നും ഒക്കെ തന്നെ സന്ദീപ് വാര്യർ കുറച്ചു കാലം BJP-യോടൊപ്പം ഉണ്ടായിട്ട് പോലും അത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു കഷ്ടമായിട്ടുള്ളൊരു കാര്യം ശരിക്കും ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. BJP ഈ പറയുന്ന രീതി ബീഹാറിലെ ആ ഒരു തോൽവി, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതി അതിൻ്റെ വോട്ടിൻ്റെ ഇത് നോക്കുമ്പോൾ തന്നെ എത്രത്തോളം വോട്ടാണ് അവിടെ രേഖപ്പെടുത്തിയത്. ബാക്കി വോട്ടുകളൊന്നും തന്നെ ഇനി ഈ പറയുന്നത് BJP വോട്ടേഴ്സ് അവിടെ പോയി വോട്ട് ചെയ്തു എന്ന് തന്നെ സംശയമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അത്രത്തോളം വോട്ട് കുറവായിരുന്നു അവിടെ എന്ന് പറയുന്നത് BJP നിർത്തിയ സ്ഥാനാർത്ഥി.
അപ്പോൾ എല്ലാം കൂടെ വായിച്ച് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത് ആർക്കായാലും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് BJP തന്നെ 8ന്റെ പണി പ്രതിപക്ഷത്തിനിട്ട് കൊടുത്തതെന്ന് അഖിലേഷ് യാദവ് തന്നെ സമ്മതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. പിന്നെ അവിടെ ജയിച്ചു വന്ന വ്യക്തി എന്തായാലും BJPക്ക് ഏറ്റവും ബെസ്റ്റ് ഒരാളാണ് എന്നുള്ളതും വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാമോ? ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. എന്നിട്ട് അവിടെ കോൺഗ്രസിന്റെ RJDയുടെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന്റെ RJDയുടെയൊക്കെ അവസ്ഥ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഇങ്ങനെ ഒരു തോൽവിയുണ്ടോ? മധ്യപ്രദേശിലെ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടിൻ്റെതും കുറവാണ് ഇത്തവണ ഭൂരിപക്ഷം കിട്ടിയത്. അതും എങ്ങനെയോ അരസ്റ്റ് ജയിച്ചെന്ന് പറയാം. അതും അഖിലേഷ് യാദവിന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രം ജയിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് അവർ തന്നെ തുറന്നടിച്ച് സമ്മതിക്കുന്ന ഒരു കാര്യം. അപ്പം എവിടെയാണ് കോൺഗ്രസിന് ഇവിടെ തരംഗം ഉണ്ടായത്? എവിടെയാണ് കോൺഗ്രസിന് നേട്ടം ഉണ്ടായത്? ഒരു ചുക്കും ഉണ്ടായില്ല. പാർട്ടികളുടെ വരവോടുകൂടി തന്നെ കോൺഗ്രസ് ഒരു സൈഡിൽ ഒതുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. രാഹുൽ ഗാന്ധി എല്ലാ അർത്ഥത്തിലും പരിപൂർണമായിട്ട് വീണ്ടും ഈ പറയുന്ന തോതിൽ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇനി അങ്ങോട്ടും ഉണ്ടാകുന്നത്. 2029 ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഇനിയിപ്പോൾ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ CJPയിലോട്ട് മാറിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇപ്പോൾ CJP ആണല്ലോ പ്രതിപക്ഷത്തിന് പകരം ഇരിക്കുന്നതെന്ന് പറയുന്നത്. കോൺഗ്രസും ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് ദേശീയ തലത്തിൽ മാറിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ CJPയുടെ വാലിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവരും കാണുന്നതെന്ന് പറയുന്നത്. ജനങ്ങൾ പോലും മനസ്സിലാകും. അതായത് ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ശശി തരൂർ പോലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ശശി തരൂർ വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. പക്ഷേ സന്ദീപ് വാര്യർക്ക് അത് ഇപ്പോഴും പിടികിട്ടിയില്ല എന്ന് പറയുന്നത് പരമ കഷ്ടം തന്നെയാണ്.